46,000 കോടിയുടെ വികസന പാതയാണ് ജമ്മു കാശ്മീരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നിരിക്കുന്നത്. കശ്മീരിലെ നിരവധി സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന പദ്ധതികളാണ് ഇന്ന് പ്രാവർത്തികമാക്കുന്നത്. ചെനാബ് പാലം ഭാരതത്തിന്റെ പുരോഗതിയുടെ തെളിവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജമ്മു കാശ്മീരിൽ പുതിയ വികസന പാതയാണ് തുറന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും ഇച്ഛാശക്തിയുടെയും ഉദാഹരണമാണ് നാം കാണുന്നത്. കശ്മീർ താഴ്വരകളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുകയാണ്. ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽ ലിങ്ക് പുതിയ മുന്നേറ്റമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥയും ടൂറിസവും മെച്ചപ്പെട്ടു. ഇത് തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത്. എന്നാൽ പാകിസ്ഥാനിലെ മാത്രമല്ല ലോകത്തെ എല്ലാ ഭീകരർക്കുമുള്ള മറുപടിയാണ് ജമ്മു കാശ്മീർ ജനത നൽകിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചെനാബ് പാലം രാജ്യത്തിന് സമർപ്പിച്ച ശേഷം ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗൗതം അനന്തനാരായണൻ ചേരുകയാണ്. ഗൗതം, രാജ്യത്തെ ഏറ്റവും കരുത്തുറ്റ ഭരണാധികാരിയുടെ അതിശക്തമായ വാക്കുകളാണ് ലോകം ശ്രവിച്ചത്. വളരെ കൃത്യമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ന് ഒരു മാസം തികയുന്ന ഇന്ന് കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ അതിരൂക്ഷമായ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്. കശ്മീരിന്റെ വികസനം തടയാൻ ഒരു ശക്തിക്കും സാധിക്കില്ല, മോദി അത് അനുവദിക്കില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകുകയാണ്. ഒപ്പം കശ്മീരിലെ ജനങ്ങൾക്ക് പുതിയ സുരക്ഷാ കവചം ഒരുക്കുകയുമാണ് രാജ്യത്തിന്റെ പ്രധാന സേവകൻ. വിവരങ്ങൾ. നിലിമ, 46,000 കോടി രൂപയുടെ സുപ്രധാനമായ പദ്ധതികൾ ജമ്മു കാശ്മീരിന് സമർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കട്രയിൽ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചത്. നേരത്തെ നിലിമ കാണിച്ചതുപോലെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അദ്ദേഹം ആദ്യമായി ജമ്മു കാശ്മീരിലേക്ക് എത്തുകയായിരുന്നു. ഇന്ന് സംസാരിക്കുന്ന വേളയിൽ പാകിസ്ഥാനെ രൂക്ഷമായി വിമർശിക്കുകയും ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഈ പാകിസ്ഥാൻ ഈ പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ ലക്ഷ്യമിട്ടത് പ്രധാനമായും ജമ്മു കാശ്മീരിന്റെ ടൂറിസത്തെയും സമ്പദ് വ്യവസ്ഥയുമാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 5 വർഷമായി ജമ്മു കാശ്മീരിൽ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതിന് ശേഷം വിനോദസഞ്ചാരികളുടെ വലിയ ഒഴുക്ക് അവിടേക്കുണ്ടായിരുന്നു. അതിലൂടെ ജമ്മു കാശ്മീരിന്റെ സമ്പദ് വ്യവസ്ഥ വലിയ തോതിൽ കുതിച്ചുയർന്നു. ഇത് തകർക്കുകയായിരുന്നു പഹൽഗാമിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത് എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ജമ്മു കാശ്മീരിലെ കട്രയിൽ സംസാരിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഭാരതം നടത്തിയ ആക്രമണത്തിൽ പാകിസ്ഥാൻ വിറച്ചുവെന്നും ജമ്മു കാശ്മീരിനെ തകർക്കുവാൻ നരേന്ദ്രമോദി എന്ന വ്യക്തിയും ഈ സർക്കാരും അനുവദിക്കത്തില്ല എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇത്തരത്തിൽ ഈ ജമ്മുവിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വേളയിൽ പാകിസ്ഥാന് ശക്തമായ വിമർശനവും താക്കീതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നു എന്നുള്ളതാണ്. ഒപ്പം അദ്ദേഹം ജമ്മു കാശ്മീരിന്റെ വികസനത്തിനായി ഈ സർക്കാർ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ 5 വർഷം, പ്രത്യേകിച്ച് കഴിഞ്ഞ 11 വർഷമായി തന്റെ സർക്കാർ ദേശീയ തലത്തിൽ അധികാരത്തിലുണ്ട്. ഒപ്പം ഈ ആർട്ടിക്കിൾ 370 മരവിപ്പിച്ചതോടെയാണ് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. ആശുപത്രികളും റോഡുകളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി ഒരുപാട് കാര്യങ്ങൾ ജമ്മു കാശ്മീരിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ പുതിയൊരു അധ്യായം, വികസനത്തിന്റെ പുതിയ അധ്യായമാണ് ഇന്നിപ്പോൾ തുറന്നിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഭാരതത്തിന്റെ വികസന നയങ്ങളും അതുപോലെ തന്നെ ശത്രു രാഷ്ട്രത്തോടുള്ള മനോഭാവവും എന്താകും എന്ന് കൃത്യമായി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. നീലിമ, അതായത് കൃത്യമായ വികസന സന്ദേശം നൽകുന്നു, അതുപോലെ തന്നെ വളരെ കൃത്യമായ മുന്നറിയിപ്പിന്റെ രാഷ്ട്രീയം കൂടി മോദി ജമ്മു കാശ്മീരിൽ പങ്കുവെക്കുകയാണ്. ഇവിടെ ഭീകരതയ്ക്ക് സ്ഥാനമില്ല, ഇവിടെ വികസനത്തിന് മാത്രമേ സ്ഥാനമുള്ളൂ. ഈ വികസനത്തെ അട്ടിമറിക്കാൻ ഏതെങ്കിലും വിധത്തിൽ ശത്രുരാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായാൽ വളരെ കൃത്യമായ ഇടപെടൽ ഭാരതം നടത്തും, വളരെ കൃത്യമായ മറുപടി നൽകും എന്ന രാഷ്ട്രീയം കൂടി മോദി പങ്കുവെക്കുകയാണ്. ഗൗതം. നീലിമ, പാകിസ്ഥാന്റെ അതിർത്തി പങ്കിടുന്ന ജമ്മു കാശ്മീർ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭീകരത ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ വിതച്ചിട്ടുള്ള ജമ്മു കാശ്മീരിൽ നിന്നുകൊണ്ടാണ് ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് എന്നതാണ് അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകം എന്നത്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ പോലെ ഒരു അപ്രഖ്യാപിത യുദ്ധം തന്നെയാണ് നടന്നത്. അത് നടന്ന് ഒരു മാസം തികയുന്ന വേളയിലാണ് പാകിസ്ഥാന് വലിയ വിമർശനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അദ്ദേഹം പറഞ്ഞത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഭാരതം ലക്ഷ്യമിട്ടത്. ഭാരതത്തിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്നത് അവിടുത്തെ ഭീകര കേന്ദ്രങ്ങളായിരുന്നു. അത് പൂർണ്ണമായി തകർക്കുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാൻ ചെയ്തത് എന്താണ്? ഭാരതത്തിലെ
സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിട്ടു. ജമ്മു കാശ്മീരിലെ പാവപ്പെട്ട ജനങ്ങളെയാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ടത്. ജമ്മു കാശ്മീരിന്റെ ടൂറിസം മേഖലയെയും അതിന്റെ സമ്പദ് വ്യവസ്ഥയും തകർക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് ജമ്മു കാശ്മീരിനകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പണിയെടുക്കുന്ന ശക്തികൾക്ക് കൂടി കൃത്യമായ താക്കീതും ഒപ്പം അത്തരം ശക്തികളെ കശ്മീരി ജനത തിരിച്ചറിയണം എന്ന സന്ദേശം കൂടി അദ്ദേഹം നൽകുന്നു എന്നുള്ളതാണ്. കാരണം ഓപ്പറേഷൻ പഹൽഗാം ഭീകരാക്രമണത്തിനുൾപ്പെടെ ഈ കശ്മീരിനകത്ത് നിന്നുള്ള ചില ശക്തികളുടെ സഹായം ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അപ്പോൾ വിഘടനവാദ പ്രവർത്തനം നടത്തുന്ന കശ്മീരിനുള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാനെ സഹായിക്കുന്ന ശക്തികൾക്കും കൃത്യമായ സന്ദേശമാണ് പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ നൽകുന്നത്. ഗൗതം, പഹൽഗാം ഭീകരാക്രമണം എന്നത് മനുഷ്യത്വത്തിനും അതുപോലെ കശ്മീരി ജനതയ്ക്കും മേലുണ്ടായ ഒരു ആക്രമണമാണ്. അതിനെ അങ്ങനെ കണ്ട് തന്നെ നേരിടണം എന്നതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഇതിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിലൂടെ രാജ്യത്ത് വലിയ കലാപത്തിനാണ് ഈ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചത്. അതൊക്കെ വളരെ കൃത്യമായി തകർത്ത് തരിപ്പണമാക്കി ആ രാജ്യത്തെ തന്നെ തകർത്ത് തരിപ്പണമാക്കാൻ സാധിച്ചു എന്ന് പ്രധാനമന്ത്രി കശ്മീരിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറയുന്ന ഓരോ വാക്കും കശ്മീരി ജനതയ്ക്ക് എത്രമേൽ ആവേശം പകരുന്നതാണ്. അതുപോലെ അവർക്ക് നേരത്തെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി, വികസനത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലുമുള്ള ഭാഗ്യം കശ്മീരി ജനതയ്ക്ക് ഇല്ലാതിരുന്ന ഒരു കാലമാണ്. ആ കാലത്താണ് അവിടെ കശ്മീരിൽ വികസന പ്രക്രിയകൾ ആരംഭിക്കുന്നത്. ഇന്ന് കാണുന്ന കശ്മീരിൻ്റെ മുഖത്തിലേക്ക്, വികസന മുഖത്തിലേക്ക് ആ മേഖലയെ കൊണ്ടെത്തിച്ചതിൽ കേന്ദ്ര സർക്കാർ വലിയ പങ്ക് വഹിക്കുകയായിരുന്നു. അതായത് സ്വപ്നം കാണാൻ പോലും ഭാഗ്യമില്ലാത്ത ഒരു ജനതയ്ക്ക് വികസനത്തിൻ്റെ നേർക്കാഴ്ചകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഗൗതം, നീലിമ, അത് തന്നെയാണ്. അതായത് വികസനത്തിന്റെ ഒരു പുതിയ അധ്യായം ജമ്മു കാശ്മീരിൽ തുറക്കുകയാണ്. ഇതിലൂടെ പ്രധാനമായും സർക്കാരിന്റെ ലക്ഷ്യം എന്നത് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അത് വികസനത്തിലൂടെ ഇല്ലാതാക്കുക. ഒരു നയാ കശ്മീർ രൂപപ്പെടുന്നതിലൂടെ ജമ്മു കാശ്മീരിൽ 100% ഭീകരവാദം ഇല്ലാതാകുമെന്ന് ഈ സർക്കാർ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. കാരണം വികസന മുരടിപ്പിനെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ജമ്മു കാശ്മീരിന്റെ മണ്ണിനെ പലപ്പോഴും ഇസ്ലാമിക ഭീകരവാദികൾ ഉപയോഗിച്ചത്. ഇസ്ലാമിക വിഘടനവാദികൾ ഉപയോഗപ്പെടുത്തിയത് വികസന മുരടിപ്പ് തന്നെയാണ്. പാകിസ്ഥാൻ ചാരസംഘടനയായ ISIയും എല്ലാം മുതലെടുത്ത് ഇതാണ്. അതിനാൽ ജമ്മു കാശ്മീരിൽ വികസനം എത്തുന്നതോടുകൂടി, പ്രത്യേകിച്ച് കശ്മീർ താഴ്വരയിലേക്ക് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ എത്തുന്നതോടെ ഭീകരവാദത്തെ അതിലൂടെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് കേന്ദ്ര സർക്കാർ തീർച്ചയായും കണക്കുകൂട്ടുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വിവിധ വികസന പദ്ധതികൾ അവിടേക്ക് എത്തുന്നു, മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം ഈ റെയിൽ പദ്ധതി തന്നെ വലിയൊരു ചരിത്ര പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. കാരണം കശ്മീർ താഴ്വരയിൽ റെയിൽ കണക്ടിവിറ്റി കാര്യമായി ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ജമ്മുവിനെയും കശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി ഇല്ലാത്തതിനാൽ ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കശ്മീർ താഴ്വര എപ്പോഴും വേറിട്ട് നിന്നിരുന്നു. അല്ലെങ്കിൽ ആ കണക്ടിവിറ്റി പ്രശ്നം ഇതിനെ ബന്ധിപ്പിച്ചിരുന്നില്ല. അത് സ്വാഭാവികമായും കശ്മീരിന് ടൂറിസത്തെയും അതല്ലെങ്കിൽ അതിന്റെ സമ്പദ് വ്യവസ്ഥയെയും അതിന്റെ സാമൂഹിക അന്തരീക്ഷത്തെയും എല്ലാം അത് ബാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ ചനാബ് ഉൾപ്പെടെയുള്ള പാലം വരുന്നതോടെ, അല്ലെങ്കിൽ ബാരാമുല്ല, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ കണക്ടിവിറ്റി വരുന്നതോടുകൂടി ഈ കശ്മീർ താഴ്വരയും പൂർണ്ണമായി ഭാരതത്തിന്റെ മറ്റു പ്രദേശങ്ങളുമായി യോജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇനിയും കന്യാകുമാരി മുതൽ അങ്ങ് ശ്രീനഗർ വരെ ഇന്ത്യൻ റെയിൽവേക്ക് ട്രെയിനിലൂടെ ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്നു. അപ്പോൾ അതൊരു ഭാരതത്തിന്റെ ഏകതയുടെ പ്രതീകമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യയുടെ യുണൈറ്റഡ് ഇന്ത്യയുടെ ഭാഗമായി തന്നെ നമുക്ക് ഈ പദ്ധതിയെ നോക്കിക്കാണണം എന്ന് പ്രധാനമന്ത്രി ഈ സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. അതിനാൽ നയാ കശ്മീരാണ് തന്റെ സ്വപ്നമെന്നും ഇത്തരത്തിൽ കശ്മീരിനെ വികസനത്തിലൂടെ കൃത്യമായിട്ട് തന്നെ വളർത്തി ഭാരതത്തിന്റെ വികസനത്തിന്റെ മുഖ്യധാരയിലേക്ക് ആ പ്രദേശത്തെ കൊണ്ടുവരും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. എന്നാൽ ശത്രു രാഷ്ട്രം അതിനെതിരെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു. കശ്മീരിൽ ടൂറിസം വളരുന്നതും അതിന്റെ സമ്പദ് വ്യവസ്ഥ വളരുന്നതുമെല്ലാം പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുകയാണ്. അതിനാലാണ് പഹൽഗാമിൽ നിരപരാധികളായ ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് കശ്മീരിന്റെ ടൂറിസത്തെയും സമ്പദ്ഘടനയെയും തകർക്കുവാൻ പാകിസ്ഥാൻ ശ്രമിച്ചത് എന്ന വിമർശനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതുപോലെ ഗൗതം, ഈ അതിർത്തി ജില്ലകളിലെ സാധാരണക്കാരായ ആളുകളുടെ വികസനമാണ് തൻ്റെ സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വളരെ കൃത്യമായി പറയുകയാണ്. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ നിരവധി ആളുകൾക്ക് അവിടെ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി, വീടുകൾ തകർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെയെല്ലാം വലിയ കൈത്താങ്ങാണ് ഭാരതീയ സേനയും കേന്ദ്ര സർക്കാരും നൽകിയത്.
ഇത് ഒന്നുകൂടി ഒരു കൈത്താങ്ങ് കൂടി പ്രഖ്യാപിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുകയാണ്. അതായത് ഞങ്ങളുണ്ട്, ഈ ഭാരതത്തിലെ ഈ സർക്കാരുണ്ട് നിങ്ങളെ രക്ഷിക്കാൻ എന്ന കൃത്യമായ സന്ദേശം കശ്മീരിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നൽകുകയില്ലേ അവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക്? നീലിമ, കശ്മീരിലെ സാധാരണ ജനങ്ങൾക്ക് വലിയ ആത്മവിശ്വാസവും ആവേശവും നൽകുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ. പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടെ വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം പ്രധാനമന്ത്രി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കശ്മീർ സന്ദർശിക്കുകയും പാകിസ്ഥാന്റെ രൂക്ഷമായ ഷെല്ലാക്രമണത്തിന് വിധേയമാക്കപ്പെട്ട പൂഞ്ച് ഉൾപ്പെടെയുള്ള രജൌരി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അദ്ദേഹം നേരിട്ട് സന്ദർശിച്ചു. പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകളുടെ വീടുകൾ, സാധാരണക്കാരുടെ വീടുകൾ ആഭ്യന്തരമന്ത്രി സന്ദർശിക്കുകയും അവർക്ക് നേരിട്ട് കൈത്താങ്ങും ആത്മവിശ്വാസവുമായി അമിത്ഷാ അതിർത്തിയിലേക്ക് തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിലെ ജമ്മുവിൽ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശം തന്നെയാണ് കട്രയും. അവിടെ എത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാന് ശക്തമായ താക്കീത് നൽകുകയും ജമ്മു കശ്മീരിന്റെ വികസനത്തെയും ജമ്മു കശ്മീരിന്റെ സമ്പദ്ഘടനയെയും തകർക്കുവാൻ പാകിസ്ഥാനെ താൻ അനുവദിക്കില്ല എന്ന ശക്തമായ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. മാത്രമല്ല, അദ്ദേഹം ഈ ചെനാബ് പാലം ഉദ്ഘാടനം ചെയ്ത ശൈലി തന്നെ അത് ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയായിരുന്നു. ചെനാബ് പാലത്തിന് മുകളിലൂടെ അദ്ദേഹം ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാകയും ഏന്തി നടന്നുകൊണ്ട് ആ പതാക വീശിക്കൊണ്ടാണ് അദ്ദേഹം ആ പാലത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായ സന്ദേശം എത്തേണ്ടിടത്ത് എത്തിക്കുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജമ്മു കശ്മീർ ഭാരതാംബയുടെ കിരീടമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ജമ്മു കാശ്മീരിൻ്റെ മണ്ണിനെ വണങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. കശ്മീരികൾക്ക് അദ്ദേഹം നൽകുന്ന ഊർജം കശ്മീരികൾക്ക് മാത്രമല്ല രാജ്യത്തിനു കൂടി വലിയ ഊർജം പകരുന്ന വാക്കുകളാണ് രാജ്യത്തെ പ്രധാന സേവകനിൽ നിന്നും നാം കേട്ടത്.